ഹലോ ഗേസ്, ഇന്ന് കാർത്തികയാണ്. നമ്മൾ അമ്പലത്തിൽ പോവാ. അമ്മ പൂവും കൊണ്ടൊക്കെ വരുന്നു. എല്ലാ വീട്ടിലും കാർത്തികളൊക്കെ കരച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അമ്പലത്തിലെത്തി. അമ്പലത്തിലെ വലിയൊരു ആൽമരമാണ് കേട്ടോ ഇത്. നല്ല രസമാണ് അമ്പലത്തിലെ ആൽമരം കാണാൻ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ചുറ്റുപാട്. നമ്മൾ ചെല്ലുമ്പോഴേ മാടൻ സ്വാമി എടുത്ത് തൊഴാനായിട്ട് പോവാം കേട്ടോ. ഇതാണ് കേട്ടോ, ചെറിയൊരു കുഞ്ഞു കാവ് പോലെയാണ് തോന്നുന്നത്. അവിടെ ഉണ്ട് ഒരു ആൽമരം. അപ്പം നമ്മൾ അവിടെയൊക്കെ തൊഴുത് ഇറങ്ങാൻ പോവാം കേട്ടോ. നമ്മൾ അവിടെ കാർത്തിക ദീപം തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ അമ്പലത്തിന് പോയി അയ്യപ്പനെ തൊഴാൻ പോകാം കേട്ടോ. അതുകൊണ്ട് അയ്യപ്പൻ്റെ ഇതാണ് കേട്ടോ അത്. അവിടെയും വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അയ്യപ്പനെയും ഭഗവതി ഒരുക്കിക്കുന്ന പറഞ്ഞാൽ നല്ല അടിപൊളി രസം. ചന്ദനമൊക്കെ ചാർത്തിരിക്കുന്ന നമ്മൾ കണ്ണു കാണും. സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. നമ്മൾ അവിടെ അങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ വിളക്കത്തിച്ച് വെച്ചേക്കത്തില്ലേ, അതൊക്കെയാണ്. ഇത് നവരാത്രി മണ്ഡപമാണ് കേട്ടോ. ഇവിടെ വെച്ചാണ് ഡാൻസ്, കല്യാണം അതൊക്കെ നടക്കുന്നത്. സർപ്പക്കാവാണ് കേട്ടോ. ഇപ്പം ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെ പ്രവേശനം ഇല്ല കേട്ടോ. ആരോ അവിടെ സർപ്പം കണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഈ ബോർഡാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത്. നമ്മൾ രാവിലെ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ നമുക്ക് ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചന്ദനക്കുറിയൊക്കെ തൊടും കേട്ടോ. ചുമന്ന എന്തിനാണ് സിന്ധു